സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1ാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. 2ാമത്തേത് നമുക്ക് ഒരു പോമാണ് വരുന്നത്. ഓക്കെ, ഹിയർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് പോം അബൌട്ട് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോമാണ് തന്നിട്ടുള്ളത്. അബൌട്ട് എന്തിനെ കുറിച്ചിട്ടാണ്? ലുക്കിംഗ് അറ്റ് ദ വേൾഡ് നമ്മുടെ വേൾഡ് നോക്കിക്കാണുകയാണ്. ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്, വളരെ വിസ്മയത്തോടുകൂടെയും അത്ഭുതത്തോടുകൂടെയും നമ്മുടെ വേൾഡിനെ നോക്കിക്കാണുന്ന ഒരു പോമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ലെറ്റ് us റീഡ് ഇറ്റ്. നമുക്കിതൊന്ന് വായിക്കാം. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. എന്താണ് വണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതം, അമേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിസ്മയം. ഏകദേശം മലയാളം നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം മീനിങ് തന്നെയാണ്, വിസ്മയവും അത്ഭുതവും. അപ്പോൾ വിസ്മയത്തോടെയും അത്ഭുതത്തോടെയും ഞാൻ പാടുന്നു എന്നാണ് പറയുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു പോമാണ് ഇത്. ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ? നമ്മുടെ നാഷണൽ ആന്തം ഒക്കെ എഴുതിയിട്ടുള്ള ഓഥറാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ പോം ഒന്ന് വായിച്ചു നോക്കാം. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. എന്താണ് ഈ സ്കൈ എന്ന് പറയുന്നത്? സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശം എന്ന് പറയുന്നത് ഫുൾ ഓഫ് ദ സണ്ണ് കൊണ്ടും അതുപോലെ തന്നെ ആൻഡ് ദ സ്റ്റാർസ് കൊണ്ടും നിറഞ്ഞതാണ്. ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഫുൾ ഓഫ് ലൈഫ്, കുറേ ജീവിതങ്ങൾ നിറഞ്ഞതാണ് അല്ലെങ്കിൽ ജീവസുറ്റതാണ് എന്ന് നമുക്ക് പറയാം. എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്. ഇങ്ങനെയൊക്കെ ഉള്ള ഈ സ്കൈയും യൂണിവേഴ്സും ഒക്കെ ഇങ്ങനെയാണെങ്കിലും ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്, ഞാൻ എനിക്കുള്ള ഒരു പ്ലേസ്. നമുക്കെല്ലാവർക്കും ഈ വേൾഡിൽ, ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്കെല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. വളരെ അത്ഭുതത്തോടുകൂടെയും വളരെ വിസ്മയത്തോടുകൂടെയും ഞാൻ പാടുന്നു. ദ വേൾഡ് ഈസ് സ്വൈഡ്. എന്താണ് സ്വൈഡ് എന്ന് പറഞ്ഞാൽ? ആടിയുലയുക എന്നാണ് പറയാം. ഓക്കെ, ഈ വേൾഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബൈ എറ്റേണിറ്റി റഷിംഗ് ടൈഡ്. എങ്ങനെയാണ്? എറ്റേണിറ്റി അനന്തമായ റഷിംഗ് ടൈഡ് എന്ന് പറഞ്ഞാൽ വേലിയേറ്റം. അനന്തമായിട്ടുള്ള റഷിംഗ് ടൈഡിലൂടെ ഇതിങ്ങനെ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റൈസിങ് ആൻഡ് ഫോളിങ്. ഇതിങ്ങനെ റൈസിങ് എന്ന് പറഞ്ഞാൽ മേലേക്ക് കുതിച്ചുയരുകയും അതുപോലെ തന്നെ ഫോളിങ്, ചിലത് താഴ്ന്നിട്ടും. ചില സമയത്ത് ഈ ടൈഡ് എന്ന് പറയുന്ന ടൈഡ് നമുക്കറിയാം തിരമാലയാണ്. തിരമാലയുടെ വേലിയേറ്റം ചില സമയത്ത് വലുതായിരിക്കും, ചില സമയത്ത് ചെറുതായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ വേൾഡും എന്നാണ് പറയുന്നത്. ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്സ് ടഗ് ഇൻ മൈ ബ്ലഡ്. എന്താണ് ടഗ് എന്ന് പറഞ്ഞാൽ? വലിച്ചു കൊണ്ടുപോവുക എന്നതാണ്. ഇത് എൻ്റെ ശരീരത്തിലെ ബ്ലഡിനെ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. റേസിങ് ത്രൂ മൈ വെയിൻസ്. എങ്ങനെയാണ്? എൻ്റെ വെയിൻസിലൂടെ, എൻ്റെ ഞരമ്പുകളിലൂടെ ഈ ബ്ലഡ് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അഥവാ ഇതിന് കാണുമ്പോൾ എൻ്റെ ശരീരത്തിലെ രക്തം തിളക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. എന്താണ്? ഞാൻ വിസ്മയത്തോടെയും അത്ഭുതത്തോടെയും ഇത് പാടുന്നു. തേർഡ് സ്റ്റാൻസ് നോക്കൂ. വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്. പക്ഷേ ഫോറസ്റ്റിൻ്റെ അത്രയും മരങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. കുറച്ച് മരങ്ങളുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ നോർമലി വുഡ്ലാൻഡ് എന്ന് പറയാം. വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്. ഞാൻ ഈ വുഡ്ലാൻഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. എൻ്റെ ഫീറ്റ്, എൻ്റെ കാല് ടച്ച് ചെയ്യുന്ന എവിടെയാണ്? ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. ഈ പുല്ലുകളുടെ നാമ്പുണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് എന്ന് പറയുക. അതിൽ ഇങ്ങനെ ടച്ച് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഐ ഹാവ് ബീൻ സ്റ്റാർട്ട്ലഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. എന്താണ് സ്റ്റാർട്ട്ലഡ് എന്ന് പറഞ്ഞാൽ? ഞാൻ അത്ഭുതപ്പെടുക. ഓക്കെ, ഞാൻ അത്ഭുതപ്പെട്ടു. ഈ ഫ്ലവേഴ്സിൻ്റെ ഫ്രാഗ്രൻസിൽ ഞാൻ അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ സ്മെല്ല്, അതിൻ്റെ മണം എന്നാണ് അർത്ഥം. ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്. മാഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രാന്തമായ അവസ്ഥേനെയാണ് നമ്മൾ മാഡ് എന്ന് പറയുക. ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്. ഇവിടെ അതൊരു നെഗറ്റീവ് അല്ല, പോസിറ്റീവായിട്ടാണ് പറയുന്നത്. എൻ്റെ മൈൻഡിനെ, എൻ്റെ മനസ്സിനെ അത് മതിക്കുക എന്നൊക്കെ, ഭ്രമിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കാഴ്ചകളൊക്കെ എൻ്റെ മനസ്സിനെ വളരെയധികം ഭ്രമിപ്പിക്കുന്നുണ്ട്. ദ ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്. എന്താണ്? സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ
ആവേശത്തിൻ്റെയും, ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് തന്നെയാണ് സന്തോഷം. അപ്പോൾ സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ ഒരു ഹാപ്പിനെസ്സിൻ്റെയും ഈ ഒരു ഗിഫ്റ്റ് കാണുമ്പോൾ ആർ സ്ട്രോൺ ഓൾ അറൗണ്ട്, ഇത് വിതറിയ, ഇതിവിടെ എന്താണ്, ഈ ഒരു സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ ഇവിടെ സ്ട്രോൺ എന്ന് പറഞ്ഞാൽ വിതറുക അല്ലെങ്കിൽ ചിന്നിച്ചിതറി കിടക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇങ്ങനെ വിതറിയ അല്ലെങ്കിൽ ചിന്നിച്ചിതറി കിടക്കുന്ന ജോയുടെയും ഗ്ലാഡ്നെസ്സിൻ്റെയും ഇതൊക്കെ എന്നെ വളരെയധികം ഭ്രമിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്, എന്താണ്, ഞാൻ വളരെ വിസ്മയത്തോടെയും അത്ഭുതത്തോടെയും ഇത് പാടുന്നു. എല്ലാ സ്റ്റാൻസയുടെ ലാസ്റ്റും ഇത് വരുന്നുണ്ട് അല്ലേ. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ് എന്നുള്ളത് ഇതിനെയാണ് നമ്മൾ റിഫ്രൈൻ എന്ന് പറയുക. ഓക്കെ, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കുന്നതാണ്, ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ. ലാസ്റ്റ് സ്റ്റാൻസ് നോക്കൂ. ഐ ഹാവ് പ്രിക്ഡ് മൈ ഇയേഴ്സ്, എന്താണ്, ഞാൻ എൻ്റെ ചെവികളെ ഇങ്ങനെ കൂർപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ തുറന്ന് വെക്കുക എന്നൊക്കെ പറയാം. എൻ്റെ ചെവികളെ ഞാനിങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ്, അതുപോലെ എൻ്റെ ഐസിനെ, എൻ്റെ കണ്ണുകളെ ഞാൻ തുറന്നിട്ടിരിക്കുകയാണ്. ഐ ഹാവ് ബെയർഡ് മൈ ഹേർട്ട് ടു ദ വേൾഡ്, ഞാൻ ഈ ലോകത്തിലേക്ക് എൻ്റെ ഹാർട്ടിനെയും ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. ബെയർഡ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെയും ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒന്നുമില്ല, ഒരു സീക്രട്ടും ഇല്ലാത്തൊരവസ്ഥയെയാണ് പറയുന്നത്. അങ്ങനെ ആക്കിയിട്ടിരിക്കുകയാണ്. ഇൻ ദ മിഡ് സെറ്റ് ഓഫ് ദ നോൺ, മിഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നടുവിൽ, എനിക്ക് അറിയുന്നതിൻ്റെ നടുവിലും ഐ ഹാവ് സോഡ് ദ അൺനോൺ, എനിക്ക് അറിയാത്ത കാര്യങ്ങൾ തിരയുന്നതിൻ്റെ ഇടയിലുമായിട്ട് ഞാൻ എൻ്റെ കണ്ണുകളെയും എൻ്റെ ചെവിയെയും എൻ്റെ കാതുകളെയും ഞാനിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്, ഞാൻ അത്ഭുതത്തോടെയും വിസ്മയത്തോടു കൂടെയും ഇത് പാടുന്നു. അപ്പോൾ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചും, പ്രകൃതിയെ നമ്മൾ എങ്ങനെയൊക്കെയാണ് കാണുന്നത്, നമ്മളൊരു ചെറിയ സാധനം കാണുമ്പോൾ നമ്മൾ പല രീതിയിൽ അതിനെ അനാലിസ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം അതിന് ഓരോ രീതിയിലും ഓരോ ഭംഗിയുണ്ടായിരിക്കും. അങ്ങനെ പ്രകൃതിയെ നമുക്ക് ഭംഗിയോടെ കാണാൻ കഴിയണം. ഓരോ ചെറിയ ചെറിയ നാമ്പുകളിലും നമുക്ക് അതിൻ്റെ ഭംഗിയും അതിൻ്റെ വിസ്മയവും നമുക്ക് കണ്ടെത്താൻ കഴിയണം. ഓക്കെ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ബൈ കുമുദ് ബിസ്വാസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഓഥറായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് നോക്കാം. അദ്ദേഹം ജനിച്ചത് 1861 മരണം 1941. വാസ് എ പോയറ്റ്, അദ്ദേഹം ഒരു പോയറ്റ് ആയിരുന്നു, ഒരു ഫിക്ഷനിസ്റ്റ് ആയിരുന്നു, പ്ലേ റൈറ്റർ ആണ്, എസ്സേയിസ്റ്റ് ആണ്, കമ്പോസർ ആണ് ആൻഡ് പെയിൻറ്റർ ആണ്. who won the Nobel Prize for Literature in 1930 for his collection of poems ഗീതാഞ്ജലി. അദ്ദേഹത്തിന് ഒരു ഗീതാഞ്ജലി എന്ന ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു പോമിൻ്റെ. അതിന് അദ്ദേഹത്തിന് 1913 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ടാഗോർ ഈസ് ദ ഓതർ ഓഫ് ദ നാഷണൽ ആന്തംസ് ഓഫ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ ആന്തവും അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ നാഷണൽ ആന്തവും എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ സ്പീക്കർ സിങ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്? എന്തുകൊണ്ടാണ് സ്പീക്കർ ഞാൻ അത്ഭുതത്തോടു കൂടെയും അതുപോലെ തന്നെ വിസ്മയത്തോടു കൂടെയും പാടുന്നു എന്ന് അദ്ദേഹം പറയുന്നത്? സ്പീക്കർ എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോർ. എന്തുകൊണ്ടാണ്? ദ സ്പീക്കർ സിങ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ബിക്കോസ് ഓഫ് ദ പ്രിഫാൻഡ് ബ്യൂട്ടി ആൻഡ് മൈസ്റ്ററി ഓഫ് ദ വേൾഡ്. ഈ വേർഡിൻ്റെ രഹസ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഭംഗിയുടെയും കാരണം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് യു തിങ്ക് എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്? എന്താണ് എറ്റേണിറ്റി റഷിംഗ് ടൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വേലിയേറ്റത്തിൻ്റെ അനന്തത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ്? കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ടൈം ആൻഡ് നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്. അവിടെ ഒരു ടൈമിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ടൈം വളരെ വേഗത്തിലും ഉയർച്ചയിലും താഴ്ചയിലും പോകുന്നു എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അവിടെ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ടൈം ആൻഡ് നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ് എന്നുള്ളതാണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. പിക്ക് ഔട്ട് ദ വേർഡ്ലി വണ്ടർ ഡിസ്ക്രൈബ് ഇൻ ദ പോം. ഈ പോമിൽ വേൾഡിനെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, നേച്ചേഴ്സ് ബ്യൂട്ടിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അല്ലേ, നേച്ചറിൻ്റെ ഭംഗിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നേച്ചർ നല്ല ഭംഗിയുള്ളതാണ്, അതിൻ്റെ ഓരോ കാഴ്ചകളെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ മിസ്റ്റീരിയസ് ഓഫ് യൂണിവേഴ്സ്, യൂണിവേഴ്സിറ്റിയുടെ മിസ്റ്റീരിയസ് രഹസ്യങ്ങളെ കുറിച്ചിട്ട്, സണ്ണ് സ്റ്റാർ ഒക്കെ പറയുന്ന രഹസ്യങ്ങളെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് എഴുതിയാൽ മതി, നേച്ചേഴ്സ് ബ്യൂട്ടി ആൻഡ് മിസ്റ്റീരിയസ് ഓഫ് ദ യൂണിവേഴ്സ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് മാഡൻഡ് ദ
പോയറ്റ് മൈൻഡ്? എന്താണ് പോയറ്റിൻ്റെ മൈൻഡിലുള്ള ആ ഒരു മാഡൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഭ്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പോയറ്റ് ഫീൽ ഇൻറ്റൻസ് ഇൻസ്പിറേഷൻ ആൻഡ് ഇമോഷൻ വെൻ ദേ സീ ദ അമേസിംഗ് ബ്യൂട്ടി ആൻഡ് മൈസ്റ്ററി ഓഫ് ദ വേൾഡ്. It's like these feelings are so strong that they might feel a little crazy. എന്താണ് അദ്ദേഹത്തിന് ഈ ഒരു വേൾഡിലുള്ള ആ രഹസ്യങ്ങളും ഭംഗിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിനോടുള്ള ഒരു ഗ്രേസി അല്ലെ, ഒരു ഫീലിംഗ് ഗ്രേസിയാണ് അവിടെ കാണിക്കുന്നത്. അതിനെയാണ് നമ്മളിവിടെ മാഡൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ സ്പീക്കർ പ്രിക്ക് ഹിസ് ഇയേഴ്സ്, ഓപ്പൺ ഹിസ് ഇയേഴ്സ് ആൻഡ് ബെയർ ഹിസ് ഹാർട്ട്? എന്തുകൊണ്ടാണ് സ്പീക്കർ അവിടെ കാതുകളെ കൂർപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ കണ്ണുകളെ ഞാൻ ഓപ്പൺ ചെയ്തുകൊണ്ടും അതുപോലെ ഹാർട്ടിനെ ഞാൻ ബെയർ അതിൽ ശൂന്യമാക്കിക്കൊണ്ടും അല്ലെങ്കിൽ രഹസ്യങ്ങളില്ലാതെ ഓപ്പൺ ചെയ്തുകൊണ്ടും എന്ന് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്? ടു ഫുള്ളി ഇമ്മേഴ്സ് ഹിംസെൽഫ് ഇൻ ദ എക്സ്പീരിയൻസ് ഓഫ് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്. അവിടെ അദ്ദേഹത്തിന് ഒരു വണ്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ അമേസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. This signifies the speaker's desire to completely engage with the absorb the profound beauty and mystery of the world around him. അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആ ഒരു വേൾഡിനെ അദ്ദേഹത്തിന് ആ ഒരു ബ്യൂട്ടിയിലും അതിൻ്റെ രഹസ്യത്തിലും എല്ലാം അദ്ദേഹം അബ്സോർബ് ആവുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു എൻ്റെ കണ്ണുകളെയും കാതുകളെയും എൻ്റെ ഹൃദയത്തെയും ഞാൻ ഓപ്പൺ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത്. ഇനി നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡു യു തിങ്ക് ദ പോയറ്റ് മീൻ ബൈ? എന്താണ് ഈ പോയറ്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻ ദ മിഡ് സെറ്റ് ഓഫ് ദ നോൺ, എനിക്ക് അറിയുന്നതിൻ്റെ ഇടയിലും ഐ ഹാവ് സോഡ് ദ അൺനോൺ, എന്താണ് എനിക്കറിയാത്തത് തിരയുന്നതിൻ്റെ ഇടയിലും എന്ന് അദ്ദേഹം എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചത്? എന്തുകൊണ്ടാണ്? The line in the midset of the known and I have sought the unknown means the poet seeks to explore beyond what is familiar. അദ്ദേഹം എന്താണ് ഫെമിലിയർ ആയിട്ടുള്ളത് എന്നതിനെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. അതുപോലെ ഇറ്റ് എക്സ്പ്രസ് എ ക്യൂരിയോസിറ്റി ഫോർ ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് നോളജ് ബിയോണ്ട് കറൻറ്റ് അണ്ടർസ്റ്റാൻഡിങ്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളിൽ അറിയാനുള്ള ഒരു ജിജ്ഞാസ, ഒരു ക്യൂരിയോസിറ്റിയും അതുമാണ്, അല്ലെങ്കിൽ അറിവുകളെ സീക്ക് ചെയ്യാൻ, അറിവുകളെ നേടിയെടുക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റിയുമാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി നമ്പർ 1 നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ അനദർ പോം ദ സാൻഡസ് ഓഫ് ഡി ബൈ ചാൾസ് കിങ്സ്ലി. ചാൾസ് കിങ്സ്ലിയുടെ ദ സാൻഡ്സ് ഓഫ് ഡി എന്ന ഒരു പോമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ പോം ഒന്ന് വായിച്ചു നോക്കാം. ഓ മേരി, ഗോ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം അക്രോസ് ദ സാൻഡ്സ് ഓഫ് ഡി. The phrase and call the cattle home is used 3 times. Such a repetitions are called refrain. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു പോമിൽ നമുക്ക് എന്താ പറയാനുള്ളത്? and in wonder and amazement I sing. ഇത് വീണ്ടും വീണ്ടും ഓരോ സ്റ്റാൻസയിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ. ഇവിടെയും ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം എന്നുള്ളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ, ഈ റിപ്പീറ്റേഷനെയാണ് നമ്മൾ റിഫ്രൈൻ എന്ന് പറയുക. എ റിഫ്രൈൻ ഈസ് എ ലൈൻ ഓർ ഫ്രൈസ് ദാറ്റ് ഈസ് റിപ്പീറ്റഡ് വിത്തിൻ ദ ലൈൻസ് ഓർ സ്റ്റാൻസ. ഇത് ലൈനിലോ അല്ലെങ്കിൽ സ്റ്റാൻസാസിലോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ലൈനോ ഒരു ഫ്രേസോ ആയിക്കോട്ടെ, അതിനെയാണ് നമ്മൾ റിഫ്രൈൻ എന്ന് പറയുക. ഓക്കെ, ക്യാൻ യു ഫൈൻഡ് ഔട്ട് എ ലൈൻ വിച്ച് ഈസ് റിപ്പീറ്റഡ് ഇൻ ദിസ് പോം? റൈറ്റ് ഇറ്റ് ഡൗൺ. നമ്മൾ ഈ പോമിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു റിഫ്രൈൻ കണ്ടെത്താൻ കഴിയുമോ ഉണ്ടെങ്കിൽ എഴുതാനാണ് പറയുന്നത്. എന്താണ് ദ ലൈൻ? ഏത് ലൈനാണ്? ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് ഈസ് റിപ്പീറ്റഡ് ത്രൂ ഔട്ട് ദ പോം. ഈ പോമിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അതാണ്. നെക്സ്റ്റ് നോക്കൂ. വാട്ട് ഫീൽസ് ദ സ്പീക്കർ വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്? എന്തൊക്കെ കൊണ്ടാണ് സ്പീക്കർ അമേസ്മെൻറ്റും അതുപോലെ തന്നെ വണ്ടറും ആയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് തന്നിട്ടുണ്ട്, ദ സ്കൈ ഫുൾ ഓഫ് സൺ ആൻഡ് സ്റ്റാർസ്. ഈ സ്കൈ ഫുൾ ഓഫ് സണ്ണും അതുപോലെ തന്നെ സ്റ്റാർസുമാണ് എന്ന്. അതുപോലെ വേറെ എന്തൊക്കെയാണ്? ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് ലൈഫാണ്. അതുപോലെ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, അതും ഒരു അദ്ദേഹം പറയുന്ന ഒരു വണ്ടറാണ്. ഓക്കെ, ഇനി തേർഡ് വൺ നോക്കൂ. ലുക്ക് അറ്റ് ദ വേർഡ്സ് ടേക്കൻ ഫ്രം ദ പോം. ഈ വേർഡ്സ് ഒക്കെ നമ്മുടെ പോമിൽ നിന്ന് എടുത്തതാണ്. പുട്ട് ദം ഇൻ പ്രോപ്പർ പെയേഴ്സ്. ഇത് പ്രോപ്പർ പെയേഴ്സിനെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഒരു എക്സാമ്പിൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. സ്വൈഡ് വേൾഡ്, സ്വൈഡ് ആടിയുലയുക എന്നതുകൊണ്ട് അവിടെ ആരെയാണ്? അവിടെ വേൾഡിനെയാണ്. ഇനി അടുത്തത് ഫ്ലവേഴ്സ്, എ എന്നുള്ളത് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന് ഏതുമായിട്ടാണ്? ഫ്രാഗ്രൻസുമായിട്ടാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. ഗ്രാസിനെ നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ബ്ലേഡ്സുമായിട്ടാണ്. മൈൻഡിനെ നമ്മൾ മാച്ച് ചെയ്യേണ്ടത് എന്തുമായിട്ടാണ്? മാഡൻറ്റ് എന്നതുമായിട്ടാണ്. വെയിൻസ് എന്നുള്ളത് മാച്ച് ചെയ്യേണ്ടത് റേസിംഗ് എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ അത് താഴെ നിങ്ങൾ ഇവിടെ ഒന്ന് എടുത്തെഴുതുകയും വേണം. നെക്സ്റ്റ്, ലെറ്റ് us റിവിസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റാൻസ. നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ ഒന്നും കൂടെ നോക്കാം. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്, എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. In the first line, the initial sound in sky, okay, the sky, അവിടുത്തെ sky എന്നുള്ളതിൽ സ് സൗണ്ട് ഈസ് റിപ്പീറ്റഡ് ഇൻ സൺ ആൻഡ് സ്റ്റാർസ്. വീണ്ടും അത് ആ ഒരു ലൈനിൽ തന്നെ സണ്ണ് സ്റ്റാർസുമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ദിസ് റിപ്പീറ്റേഷൻ ഈസ് കോൾഡ് അലിറ്ററേഷൻ. ഇതിനെയാണ് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാമറാണ്, വളരെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയും. സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. വല്ല വേർഡ്സോ ലൈൻസോ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ റീഫ്രൈൻ എന്ന് പറയും. ദ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ് ഇൻ ദ സെയിം ലൈൻ ഓഫ് എ പോം ഈസ് കോൾഡ് അലിറ്ററേഷൻ. ഒരു കോൺസണന്റ് സൗണ്ട്സ് വീണ്ടും വീണ്ടും അതേ സെയിം ലൈനിന് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെ അലിറ്ററേഷൻ എന്ന് പറയും. ക്യാൻ യു ഫൈൻഡ് അതർ എക്സാമ്പിൾസ് ഫോർ ദ പോം? ഇതുപോലെ നമ്മുടെ പോമിൽ നിന്നും ഇതുപോലെയുള്ള എക്സാമ്പിൾസ് എടുത്തെഴുതാനാണ് പറയുന്നത്. വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്, ഓക്കെ, അവിടെ വൈൽ വാക്കിംഗ് വുഡ്ലാൻഡ്. അതുപോലെ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, മാഡൻറ്റ് മൈ മൈൻഡ്, ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ്. ഓക്കെ, സെയിം ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗവും അതിൻ്റെ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമുക്ക് പുതിയ സിലബസ് ആണ്, അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമെങ്കിലും നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.